സ്പേസ് എക്സിന്റെ ഇപ്പോൾ 7ാമത്തെ ലോഞ്ചാണ്. സ്പേസ് എക്സിന്റെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ സ്റ്റാർഷിപ്പ്, ആ 2 സ്റ്റേജ് ആയിട്ടാണ് അവർ ലോഞ്ച് ചെയ്യുക. അതായത് ഒരു ബൂസ്റ്റർ ഉണ്ടാകും, ബൂസ്റ്റർ എർത്തിന്റെ അറ്റ്മോസ്ഫിയർ കടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ബൂസ്റ്റർ ഡിറ്റാച്ച് ആകും, പിന്നെ അവിടുത്തെ സ്പേസ് ക്രാഫ്റ്റ് ആണ് പിന്നെ ട്രാവൽ ചെയ്യണത്. അപ്പോൾ ഈ ബൂസ്റ്റർ തിരിച്ച് സക്സസ്ഫുൾ ആയിട്ട് ക്യാച്ച് ചെയ്തു. പക്ഷെ ആ സ്പേസ് ക്രാഫ്റ്റ് അറ്റ്മോസ്ഫിയർ വിട്ടതിന് ശേഷം കുറച്ച് എക്സ്പ്ലോഷൻസ് നടന്നു. പിന്നെ അതിന്റെ ഡെബ്രീസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് പല ഫ്ലൈറ്റ്സ് അതിന്റെ റൂട്ട് മാറ്റേണ്ടി വന്നു. റെയിൻ ചെയ്യണ മാതിരി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഡെബ്രി. എലൻ മസ്കിന്റെ സ്പേസ് എക്സിന്റെ കോമ്പറ്റീറ്റർ ആണല്ലോ ബ്ലൂ ഒറിജിൻ. ഓരോതും ഇതേപോലെ ഒരു സെയിം പരിപാടി ചെയ്യുന്നത്. അതായത് റീയൂസബിൾ ആയിട്ട് എങ്ങനെ റോക്കറ്റ്സ് ചെയ്തിട്ട് എങ്ങനെ ഏറ്റവും കോസ്റ്റ് കുറച്ച് സ്പേസ് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. 2000 ജെഫ് ബെസോസിൽ ഇൻവെസ്റ്റ് ചെയ്യണേ. ഇപ്പോഴാണ് അവരുടെ ഫസ്റ്റ് ആയിട്ട് ഒരു റോക്കറ്റ് എർത്തിന്റെ മീഡിയം ഓർബിറ്റ് എന്ന് പറയും. അതായത് 2000 മുതൽ 30,000 വരെ റേഞ്ചുള്ള കിലോമീറ്റർ ഇവിടെ നിന്നുള്ള ഒരു ഓർബിറ്റാണ്. ആ ഓർബിറ്റിലേക്ക് ആദ്യമായിട്ട് അവരുടെ റോക്കറ്റ് എത്തുകയാണ്. എന്നിട്ട് അതിന്റെ തിരിച്ചു വന്ന ഭാഗം അവർക്ക് ക്യാച്ച് ചെയ്യാൻ പദ്ധതി ഉണ്ടായിരുന്നു, പക്ഷെ ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല ഈ സ്പേസ് എക്സ് ചെയ്യുന്ന പോലെ. പക്ഷേ ബേസിക്കലി അവരതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പേസ് എക്സ് പോലെ തന്നെ ഒരു കോമ്പറ്റീഷൻ. പക്ഷെ ഇതെന്താ പറയുക, ബ്ലൂ ഒറിജിനും സ്പേസ് എക്സ് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റാർഷിപ്പിന് കൊണ്ടുപോകാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 120 ടണ്ണാണ്. അതിന്റെ 1/3 ഇതിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, ബ്ലൂ ഒറിജിന് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ ബ്ലൂ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് എക്സ് മാതിരി റീയൂസബിൾ അല്ല. സ്റ്റാർഷിപ്പിന്റെ സെക്കൻഡ് സ്റ്റേജ് ഉണ്ടല്ലോ സ്പേസ് ക്രാഫ്റ്റ്, അത് മാർസിലൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ തന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റും, ഒന്നും പറ്റാതെ. പക്ഷെ ബ്ലൂ ഒറിജിന് ഒറ്റ സ്റ്റേജ് മാത്രമേ റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ.